Natari, welcome back to Ampelography. What's up? Nothing? You ready? Yeah. Cool. അപ്പം ഞാൻ രാവിലെ ഓഫീസിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഒരു ഫ്രൈഡേ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് വ്ളോഗ് തുടങ്ങാം. ഓക്കെ ദെൻ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ നേരെ ക്യാൻറ്റീനിലോട്ടാണ് പോയത്. അങ്ങനെ ഒരു യൂഷ്വലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ക്യാൻറ്റീനിൽ അവിടെ പോകാറില്ല. പക്ഷേ ഡാനിയിൽ ഇന്ന് വേറൊരു സ്ഥലത്തൊരു ഷൂട്ടിന് പോകുന്ന കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ എൻ്റെ സ്മൂത്തി ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ഹാഷ് ബ്രൗൺ കഴിക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. പിന്നെ നമ്മൾ നേരത്തെയാണ് ഓഫീസിൽ നേരത്തെ എത്തിയായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവൻ കഴിക്കുമ്പോൾ കൂടെ പോയിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അവിടെ പോയത്. അപ്പോൾ അവിടെ രാവിലെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. അതിൽ 2 ഹാഷ് ബ്രൗൺ ഉണ്ട്. അതിലൊരു ഹാഷ് ബ്രൗൺ എനിക്കാണ്. ഹാഷ് ബ്രൗൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഞാൻ എൻ്റെ ഹാഷ് ബ്രൗണും കഴിച്ചു. എന്നിട്ട് നമ്മൾ ഓഫീസിലേക്ക് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോയി. 8 o'clock ആകുമ്പോൾ തുടങ്ങും. നമ്മൾ നേരത്തെ എത്തി പാർക്കിംഗ് ഒക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയതായിരുന്നു അന്നത്തെ ദിവസം. യെസ്. Careful, oh God. Leave the house. I'll let you know though, okay? Okay. Bye bye. Bye bye. Ta-ta. Ta-ta. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ ഓർക്കുന്നത് ലഞ്ച് ടൈമിലാണ്. അപ്പോൾ നല്ല ചോറും കിഡ്നി ബീൻസും ചീരയും ഇറച്ചിപ്പൊടിയും കണ്ണിമാങ്ങ അച്ചാറും ചമ്മന്തിപ്പൊടിയും തൈരും ഇതായിരുന്നു എൻ്റെ ലഞ്ച്. ഇത്രയും വിഭവസമൃദ്ധമായിട്ട് എല്ലാ ദിവസവും എനിക്ക് ലഞ്ച് ഉണ്ടാവാറില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ മാത്രമാണല്ലോ ഇന്ന് ലഞ്ച് എടുത്തത്. അതാണ് ഇത്ര സ്പെഷ്യലായത്. നല്ല അടിപൊളി വെതറുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഫുഡ് കഴിഞ്ഞ് പുറത്തൊന്ന് നടക്കാൻ പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ. കിച്ചണിലിരുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞാനൊന്ന് നടക്കാനിറങ്ങി. ഇപ്പോൾ ഇവിടെ നല്ല വെതറാണ്. അപ്പോൾ ഞാൻ ലഞ്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് നടക്കാനിറങ്ങി. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ലഞ്ച് ബ്രേക്ക് കിട്ടാറുണ്ട്. അപ്പം നല്ല വെതറൊക്കെ ആകുമ്പോൾ നമുക്ക് നടക്കാനൊക്കെ ഇറങ്ങാം. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊന്ന് ഇറങ്ങിയതാണ്. നല്ല തിരക്കായി. എപ്പോഴും ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഓഫീസിലല്ലേ, ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ വട്ടാന്ന് വിചാരിച്ചാലോ. ഇന്നിവിടെ 19 ഡിഗ്രിയാണ്. 19 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ നല്ല വെയിലടിച്ചാൽ നല്ല സുഖമാണ്, നല്ല ചൂടായിട്ട് നമുക്ക് നടക്കാൻ പറ്റും. വെയിലടിച്ചില്ലെങ്കിൽ തണുപ്പുമാവും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ഇടുന്നൊരു ഉടുപ്പാണ് ഇതിവിടെ എവിടെയാ നാട്ടിൽ നിന്ന് ഇപ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്നത്. ഇതാകുമ്പോൾ ഓഫീസിലൊക്കെ ഇടാൻ നല്ലതാണ് സമ്മറിൽ. നമ്മൾ ഓഫീസിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ ചൂടെടുക്കും. നല്ല ജമ്പറൊക്കെ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ. അത് കാരണം ഇങ്ങനത്തെ ഡ്രസ്സാണ് ഇപ്പം സ്പ്രിങ് സമ്മറൊക്കെ ആയ പിന്നെ ഇടാൻ തുടങ്ങിയത്. പിന്നെ ഇവിടെ സ്പ്രിങ് സമ്മറൊക്കെ ആയ ഓഫീസിലുള്ളവരൊക്കെ ചിലപ്പോൾ പുറത്ത് പോയിട്ട് പാർക്കിലും ഗാർഡനിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാറുണ്ട്, ലഞ്ചൊക്കെ. ഞാൻ പണ്ടൊരു ദിവസം പോയിട്ടുണ്ട്. പക്ഷേ സൂര്യൻ കുറച്ചങ്ങോട്ട് മാറിക്കഴിയുമ്പം നല്ല തണുപ്പായിരിക്കും. അത് കാരണം ഞാനങ്ങനെ പോകാറില്ല. ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ 1.5 മണിക്കൂറാണോ? അല്ല, 2.5 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. 4 മണിയാകുമ്പോൾ തീരുമല്ലോ. ഞാനിന്ന് നേരെ വീട്ടിൽ പോകുന്നില്ല. ഞാൻ ടൗണിൽ പോകും. സ്വാൻസിയിൽ ടൗണിൽ പോയിട്ട് ഡാനിയലിൽ നിന്ന് അവിടെ ഒരു ഷൂട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ പോയി ഞങ്ങൾ ഒന്നിച്ചിട്ട് പിന്നെ വീട്ടിൽ പോകും. പിന്നെ ടൗണിലൊരു ചെറിയ കറക്കമുണ്ട്. അതാണ് ഫ്രൈഡേ പ്രോഗ്രാംസ്.
ഒരുപാട് കെട്ടിടങ്ങളുണ്ട് ഇവിടെ. വലിയ ആശുപത്രിയാണ് വെയിൽസിൽ തന്നെ. അപ്പോൾ കുറേ ബ്ലോക്കുകളായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. എനിവേ ഞാൻ ഈ ഓഫീസിലോട്ട് കയറുക. ഓഫീസ് വിട്ടിറങ്ങി. ചെറിയൊരു പ്ലാനിൽ മാറ്റം വന്നു. ഞാൻ ടൗണിൽ പോകുന്നില്ല. ഡാനിയലിൻ്റെ പണി കഴിഞ്ഞ കാരണം അവൻ എന്നെ പിക്ക് ചെയ്യും. അപ്പം നേരത്തെ നമ്മൾ വീട്ടിൽ പോകും. പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല. ഞാൻ ടൗണിൽ കുറച്ച് കറങ്ങാം എന്നൊക്കെ വിചാരിച്ചായിരുന്നു വരുന്നത്. ആ പരിപാടിയൊക്കെ എന്തായാലും വേണ്ടാന്ന് വെച്ചു. കുറേ നേരം എടുക്കും ടൗണിലെത്തി പിന്നെ തിരിച്ച് വീട്ടിലെത്താൻ. നേരെ വീട്ടിൽ പോവാം നമ്മൾ. Oh, oh my God! What have you done? What have you done? Odd. What's that? That's a lot. Got a good bargain, looks like. Yeah, £4. £4 for all of that. £4. I love charity shops. Can I get in now? Yeah. Can I have my seat back? Remember I was telling you last night about Marley and me? I bought you Marley and me. You can stop recording. No. Well, then you're not in that much of a rush there. I need my seat back because I'm holding so much of weight. What's that for? Yeah. What? But that's not going to be on my seat. I need my seat back. Thanks, mate. നമ്മൾ നേരെ ടെസ്കോയിൽ പോവാണ്. കുറച്ച് Your microphone. in my chest. Yeah, come on then. Yeah. How's that like? Okay, bye. ഡാനിയൽ എൻ്റെ മൈക്ക് എവിടെ നിന്ന് അന്വേഷിക്കായിരുന്നു. കാരണം മൈക്ക് വെക്കാറില്ലായിരുന്നു. Nah, I cut that back. I come across as a dick. അപ്പം അയ്യോ I need to cut that anyways. ഞങ്ങളിപ്പോൾ ടെസ്കോയിലേക്ക് പോവാണ്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ളതാണ്. അപ്പം നമ്മൾ കുറച്ച് ചിക്കനും കുറച്ച് തക്കാളി ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഫ്രൈഡേ അല്ലേ. അപ്പോൾ ഞങ്ങൾ മിക്കവാറും ഇന്ന് TV സീരീസൊക്കെ കണ്ടിരിക്കലായിരിക്കും പരിപാടി. അപ്പോൾ കുറച്ച് ഭക്ഷണം കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ ആ പ്ലാൻ വെച്ചിട്ട് ടെസ്കോയിൽ വന്നേക്കുവാണ്. നമുക്ക് സമ്മർ ആയപ്പോഴേക്കും എല്ലാവരും ഇറങ്ങി നടക്കുക. കോട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിങ്ങനെ പച്ചയ്ക്ക് ഇറങ്ങി നടക്കാം. ജാക്കറ്റും വേണ്ട, ഒന്നും വേണ്ട. അമ്മച്ചിമാരൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരികളായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് സാധനം വാങ്ങിക്കാം. Why do we need 2 bags? Because you're going to get stuff with biryani and I'm going to go. Oh, I want to do that too. Okay. Okay, fair. Pat. See you later. Oh, careful. What's in it? For whom? Donating. Oh, you just pay it and then you just donate it, is it? See you then. Well, Cool. Up to you. നമുക്ക് ഒരു പാക്കറ്റ് ഉള്ളി എടുക്കാം. 95 പേ. Okay, if you could do that for me, thank you. എന്നാൽ ആ ഉള്ളി തിരിച്ച് വെച്ചിട്ട് നമ്മൾ ലൂസ് ഉള്ളി എടുക്കുക. Can you get some from the red also? Yes. Thank you. You can mix it up. ഡാനിയിൽ ഉള്ളി എടുക്കുമ്പോഴേക്കും ഞാൻ കുറച്ച് തക്കാളി എടുക്കാം. ഇതെടുക്കാം. ഇതാ കുറച്ചും കൂടെ ബിരിയാണിയിലിടാൻ നല്ലത്. 99p. നമ്മുടെ ഒരു 90 രൂപയായിട്ട് വരും. കുക്കുംബറുണ്ട്, കൊറിയാണ്ടറുണ്ട്, മിൻ്റുണ്ട്, പാഴ്സല്. മിൻ്റ് നമ്മുടെ വീടിൻ്റെ പുറത്തുണ്ട്, പക്ഷെ കുറച്ചധികം വേണമല്ലോ. അപ്പം ഞാൻ അതെടുത്തു.
You can keep all of it together No, then. they're different prices. What? This is Is 95. it? Yeah, it's 95p. Well, what about the brown ones then? Like that's £1 per kilogram. 95p a kilogram. Ah, So cheeky. I'm saving my money. Okay. ബാക്കി എല്ലാ സാധനവും ഉണ്ട്. ഇനി ചിക്കനും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ബിരിയാണിക്കുള്ളതാവും. ഐസ് ചെയ്ത ചിക്കൻ. Is it ice ones? There. Can you get that one? Is that enough for the weekend? For the weekend. Yeah. Like you want to make more biryani to like cover. Or maybe something else tomorrow, day after. I'll tell you what. Let's Thighs? It's up to you. I want to barbecue something tonight. This weekend. So Okay. Cheers. That's fine. Thank you. ഞാൻ ഡൈസ്ഡ് ചിക്കൻ ബ്രസ്റ്റ് എടുത്ത് അതാകുമ്പം ഇത് അരിയാനൊന്നും വയ്യ ബോൺലെസ്സും ആയിരിക്കും അപ്പോൾ എളുപ്പമുണ്ട് എനിക്ക്. നമ്മളിങ്ങനെ കട വന്നപ്പോഴേ ഡാനിയലിന് ഗാർഡൻ സ്റ്റഫ് ഭയങ്കര ഇൻട്രസ്റ്റ് ഇപ്പോൾ. അപ്പം നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ നോക്കുക. ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലൊക്കെ ഉള്ള സമയമല്ലേ. What's that for? plant food. Plant food. Helps plants grow. I guess. All purpose Oh, there's more for feed veg. and look at that. You can mix it with water, I guess. Yeah, it's ready to use. So No, it's easier then, you can spread it over through water. പറഞ്ഞ പോലെ മുടി കളർ അടിക്കണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ. ഓക്കെ 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 ഏതെങ്കിലും ഒരു കളർ എടുത്ത് മുടിയിൽ അടിക്കണം. കാരണം എൻ്റെ മുടിയിലെ കളറെല്ലാം പോയി ഇപ്പോൾ. ഓൾറെഡി ബ്ലീച്ചായ ഏരിയയിൽ കുറച്ച് കളർ അടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഡാനിയിലും കൂടെ വന്നിട്ട് അവനോട് ചോദിച്ചിട്ട് ഒരു കളർ എടുക്കാം. ഞാൻ എപ്പോഴും ടെസ്കോയിൽ വരുമ്പോൾ ഇവരുടെ റെഡ്യൂസ്ഡ് സെക്ഷനിൽ ഹോം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഫ് കിട്ടുന്ന സ്ഥലത്ത് റെഡ്യൂസ്ഡ് സെക്ഷൻ വന്ന് നോക്കാറുണ്ട്. അപ്പോൾ ചിലപ്പം നല്ല സാധനങ്ങളൊക്കെ നമുക്ക് റെഡ്യൂസ്ഡ് ആയിട്ട് കിട്ടും. ഇതൊക്കെ ഈ ഇരിക്കണതൊക്കെ നല്ല കാണാൻ ഇങ്ങനെ വീട്ടിൽ കാണാൻ വെക്കാൻ നല്ല രസമായിരിക്കും. പക്ഷേ ഇത് ഇപ്പം വാങ്ങിച്ചാൽ മുതലാവില്ല. പക്ഷേ ഇതൊക്കെ റെഡ്യൂസ്ഡ് ആക്കിയിട്ട് അവർ വെക്കും. ആ ടൈമിൽ നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ലാഭമായിരിക്കും. I want you to pick a hair color for me. From this one. The top section. This is kind of nice brand, I know. So I want you to pick one for me. I would like to go a bit darker. No stress. is it for like? The bleach section. That one. Is it? It's like a amethyst. Would it suit me? I think I don't know. I don't think it would go this light. It might go a bit darker. It might show up like this one for me, I guess. But I can put this. I can try this one. Do you want to try this one then? That would make me look red. That's like a red shade. Yeah. Yeah. If you check here, you can see the colors. Is that you? Would you say medium brown? What are these colors? Might Light go brown. this. Yeah, it might go that color. I colour that. I think that's pretty good. Yeah. Yeah, I think that. To be honest, I think that will compliment Let's it. do that. Let's do it. പെട്ടെന്നായിരുന്നു. ഇനിയിപ്പോൾ കളർ അടിക്കുമല്ലോ ഞാൻ മറ്റേ കോപ്പറായിരുന്നു അടിച്ചിരുന്നത്. അതെല്ലാം പോയി ഇപ്പം എൻ്റെ തലയിൽ. ഇനിയിപ്പോൾ കുറച്ച് വയലറ്റ് ആക്കാം. വയലറ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവനോട് ചോദിച്ചുകൊണ്ടാണ് വയലറ്റ് എടുത്തില്ല. ഞാൻ കുറച്ചൊരു ബ്ലാക്ക് എങ്ങാണ് എടുത്തതിന്. ഇനിയിപ്പോൾ ഡാനിയൽ സെലക്ട് ചെയ്തതാണെന്ന് പറയാമല്ലോ.
Let's go home. Anything else? I know what you want. ഇവിടെ നിൽക്കുന്നത് എന്തിനായിരിക്കും എന്നറിയാലോ, ഐസ്ക്രീം എടുക്കാനാണ്. കഴിഞ്ഞ 2 ആഴ്ചത്തെ ഷുഗർ കട്ട് ഇന്ന് ഞാൻ വളരെ പരാജയമായിട്ട് തീർത്തിരുന്നു. ഇന്ന് ഓഫീസിലൊരാളുടെ ബർത്ത്ഡേക്ക് കേക്ക് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഷുഗർ കട്ട് ഇനിയിപ്പോൾ ഈസ്റ്റർ വരെ ഞാൻ ഷുഗറൊന്നും കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എന്നാൽ പിന്നെ ഐസ്ക്രീം ആക്കാമെന്ന് വിചാരിച്ച്. വിച്ച് ഐസ്ക്രീം തന്നെ? I need a holding thing. You have a holding thing? Yeah, I do. മറ്റേ ഗിംബിളുണ്ട്, എടുക്കാറില്ല. നിങ്ങൾ ഐസ്ക്രീം കാണിച്ചു തരാം ഞാൻ. What is this? The British. Okay. Classic British cheap ice cream. Yeah. That's fun as well. ഇതൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ അവൻ ആ മറ്റേ മിൽക്കും that's fine, I can deal that. Why not we swap ice cream with a cake? What do you mean? Like a chocolate cake. I don't want chocolate. ഞാനില്ല ഐസ് സ്ലോലി ഭയങ്കര ഇഷ്ടമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഐസ്ക്രീം റിസ്ക് ആണ്. ഓക്കെ, കുക്കി ആൻഡ് ക്രീം ഇതുണ്ടല്ലോ ഇവിടെ. ഇത് കാലറി കുറഞ്ഞൊരു സാധനമാണല്ലോ. ആണോ? ഇത് ആ ബ്രാൻഡാണ്. ഇത് ഇവർക്ക് കുറച്ച് പ്രോട്ടീനൊക്കെ ഉള്ളൊരു സാധനമായിരുന്നു. അല്ല കേട്ടോ, ഇത് ആ ബ്രാൻഡാണ്, പക്ഷെ ആ പറഞ്ഞ സാധനമല്ല. ഓ, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, ഹാലോ ടോപ്പ്. ഇതിൽ 320 കിലോ കാലറി പെർ ടബ്. ഇത് മൊത്തം കഴിച്ചാലും 320 കാലറി ആവുള്ളൂ. കണ്ടാ, ഇതെനിക്കിഷ്ടമായി, ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്. വിച്ച് വൺ ഡിഡ് യു പിക്ക്? Sure, guys. Can I pick this one? Yeah. Okay, got 1 week to get my egg. Should I buy it today? Maybe. I'm just procrastinating to buy the egg. You buy the egg when I'm not around. Don't ruin the illusion for me. No pockets. What about that way? No, I'm going to talk. അപ്പോൾ ഞങ്ങളില്ലേ ഈസ്റ്ററിൻ്റെ ടൈമിൽ ഇവിടെ മറ്റേ ഈസ്റ്റർ എഗ്ഗ് പോലത്തെ മുട്ടായി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ ഡാനിയലിന് ഞാൻ വാങ്ങി കൊടുക്കണം. പക്ഷെ അത് ഡാനിയൽ ഉള്ളപ്പോൾ വാങ്ങാറില്ല. ഞാനിവിടെ അതിനുശേഷം വന്നപ്പോഴൊക്കെ ഡാനിയലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവനത് ഒരാഴ്ചയും കൂടെ ഉള്ളൂ അത് വാങ്ങാമെന്നും പറഞ്ഞ് എന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങണം. ഞാൻ ടില്ലിൻ്റെ അടുത്തോട്ട് പോട്ടെ, അവൻ അങ്ങോട്ട് ഓടി. ഞങ്ങൾ ഗ്രോസറി വാങ്ങി ഇറങ്ങി. അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോയിട്ട് ടി വി ഒക്കെ കണ്ടിരുന്ന് കുറച്ച് കഴിയുമ്പോൾ കുക്ക് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചിരുന്ന് വീക്കെൻഡ്. ഇനിയിപ്പോൾ ഫ്രൈഡേ ഇങ്ങനെ അങ്ങ് പോകും. നാളെ രാവിലെ ചിലപ്പോൾ ഞങ്ങളൊരു ഇവിടെ ഒരു പാക്ക് റൺ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അതിന് ഓടാൻ പോവുമായിരിക്കും. പറയുന്നുണ്ടായി പോകുന്ന അവന്. ചിലപ്പോൾ ഞാനും ജോയിൻ ചെയ്യും. ഓ താങ്ക്സ്. അങ്ങനെ പോവുകയാണെങ്കിൽ അതിൻ്റെ വേറൊരു വ്ളോഗ് എടുക്കാം ഞാൻ. Sorry. A dynamite. അങ്ങനെ വീട്ടിലെത്തി ടി വി ഒക്കെ കണ്ടിരുന്ന കുറേ നേരം കഴിഞ്ഞാണ് ഞാൻ ഫുഡൊക്കെ ആക്കിയത്. അതാണ് നമ്മുടെ ബിരിയാണി. ഒരു തട്ടിക്കൊട്ട് ബിരിയാണിയാണ്. ഗ്രേവിയൊക്കെ എനിക്ക് എക്സ്ട്രാ ഇഷ്ടമാണ്, അതാണ് സൈഡിൽ ഗ്രേവിയൊക്കെ വെച്ചേക്കുന്നത്. അവനും അതുപോലെയാണ് ഇഷ്ടം. അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെയും കുറേ നേരം ടി വി ഒക്കെ കണ്ടിട്ട് കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രൈഡേ വ്ളോഗ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു. Ta-da!